എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈദ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ നല്ലൊരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. കുറഞ്ഞ ചേരുവയിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ഇളനീർ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ഇളനീറാണ് എടുത്തിന്. ഇനി ഇതൊന്ന് വെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളവും പൾപ്പും വേറെ വേറെ ആക്കിയെടുക്കണം. അപ്പോൾ അതൊന്ന് ഞാൻ ചെയ്തെടുക്കട്ടെ. ഇതാ ഇളനീർ വെട്ടിയിട്ട് ഉള്ളിലത്തെ വെള്ളവും പൾപ്പും വേറെ വേറെ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി ഈ ഒരു പൾപ്പിൽ നിന്നും ഒരു പീസ് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു വലിപ്പത്തിലുള്ളത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഞാനിതാ ഇതുപോലെ ഒരു ചെറിയ മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ഒരു പൾപ്പ് മുഴുവനും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഇളനീറിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. ഒന്നിക്കിൽ ഇളനീറിൻ്റെ വെള്ളം ചേർത്തിട്ട് അല്ലെങ്കിൽ പാല് ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് റെഡിയാക്കുന്നത് ആ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഇളനീർ വെള്ളം ഒന്ന് അരിച്ചതിന് ശേഷം അതും ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എത്രയാണോ ബാക്കിയുള്ളത് അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടായി തിള വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര മാത്രമായിട്ട് ചേർക്കുന്നെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ കണ്ടൻസ് മിൽക്ക് മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെയും ചേർക്കാം. കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പം പകുതിയെങ്കിലും കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു കണ്ടൻസ് മിൽക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് പാലിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ആ ഒരു പൾപ്പുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് അതിലൊക്കെ പറ്റിപ്പിടിച്ചതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ഒഴിച്ച് കൊടുത്ത ആ ഒരു പൾപ്പെല്ലാം ഇതിൽ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ ചൈന ഗ്രാസിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ പാക്കറ്റിൽ വരുന്ന അഗർ ചൈന ഗ്രാസ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാക്കറ്റിൽ ഇതുപോലത്തെ 10 ഗ്രാമിൻ്റെ 5 പാക്കാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം പൊളിച്ചിട്ട് 1 ടേബിൾ സ്പൂണോളാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ചൈന ഗ്രാസാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒരു 5 ഗ്രാം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക ഒരു 5-10 മിനിറ്റ്. അതിനുശേഷം ഇളനീറിൻ്റെ വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുത്താൽ മതി. ചൈന ഗ്രാസ് പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ചൈന ഗ്രാസിൻ്റെ പൗഡറൊക്കെ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക. കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. 1 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം. അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ തിക്കായി തുടങ്ങും. കുറച്ചൊന്ന് തിക്നെസ് വരും. അന്നേരം നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയിട്ട് ചൂടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ചൂടോടെ തന്നെ ഇതുപോലെ അരിച്ചൊഴിച്ച് കൊടുക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇതുപോലെ അരിച്ചൊഴിച്ച് കൊടുക്കുക. മൊത്തം അരിച്ചൊഴിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടെല്ലാം പോയി ഒന്ന് സെറ്റാവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം നമ്മൾ ഒരു ചെറിയ പീസ് പൾപ്പ് എടുത്ത് വെച്ചില്ല അത് ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് സെറ്റായതിന് ശേഷം ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഒരു 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനു. ആ ഒരു
പൾപ്പ് കട്ട് ചെയ്തതൊക്കെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്തിട്ടാണ് വെച്ചിന്. ആ തിരക്കിൽ അത് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതാ സെറ്റായതിനു ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒരു 3 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചിന്. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ടിതാ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇടുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇടണം. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ പുഡിങ്ങാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ആ ഒരു പൾപ്പ് വേറിയിട്ടുണ്ട്, അതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.